അവൻ അവനെ അവന്റെ, അവൾ അവളെ അവളുടെ, അവർ അവരെ അവരുടെ. ഇത്രയും യൂസ്ഫുള്ളും ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? സോ വെൽക്കം ബാക്ക് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻ മലയാളം പാർട്ട് 2. സോ ഇതെങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കാം. അവൻ അവനെ അവൻ്റെ. ഞാനത് പെട്ടെന്ന് 3 രീതിയിൽ പറഞ്ഞു തരാം കേട്ടോ. അവൻ എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഹി ആണ് അല്ലേ? ഹി. അവൻ വന്നു, ഹി കെയിം അല്ലേ? അപ്പൊ അവനെ എന്നുള്ള രീതിയിൽ എന്തായിരിക്കും സംസാരിക്കുന്നത്? അവനെ വിളിച്ചോ? ഡിഡ് യു കോൾഡ് ഹിം? ഹിം ആണ് വരുന്നത്. ഇവിടെ ഹി ആണെങ്കിൽ ഇവിടെ ഹിം ആണ് അല്ലേ? അവൻ എന്നുള്ളത് ഹിയും അവനെ എന്നുള്ളത് ഹിം ആണ്. അപ്പൊ അവന്റെ എന്നുള്ളത് എന്തായിരിക്കും? അവന്റെ ആയിരുന്നു ആ കാറ്. ഇറ്റ് വാസ് ഹിസ് കാർ. ഹി, ഹിം, ഹിസ്. ഹിസ് ആണ് വരുന്നത്. അതാണ് അവൻ അവനെ അവന്റെ. ഹി, ഹിം, ഹിസ്. വെരി സിമ്പിൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇത് അവനായിരുന്നെങ്കിൽ ഇത് അവളാണ്. അവൾ അവളെ അവളുടെ. ഇതെങ്ങനെയായിരിക്കും പറയുന്നത്? വളരെ എളുപ്പമാണ്. അവൾ എന്ന് പറയുന്നത് നമുക്ക് സെയിം സെന്റൻസ് തന്നെ യൂസ് ചെയ്യാം. അവൾ ഇന്ന് വന്നു. അതെങ്ങനെയാണ്? അവൾ വന്നു. ഷീ കെയിം. എന്താണ്? ഷീ. അവൾ എന്ന് പറയുന്നത് ഷീ ആണ് അല്ലേ? അപ്പൊ ഇവിടെ അവനെ എന്നുള്ളതായിരുന്നെങ്കിൽ ഇവിടെ അവളെ എന്നുള്ളതായിരുന്നു. അവളെ ഇന്നലെ കണ്ടു. ഐ സോ ഹെർ ആണ് വരുന്നത്. ഐ സോ ഹെർ. ഇവിടെ ഹിം ആണെങ്കിൽ ഇവിടെ ഹെർ ആണ്. ഓക്കെ, അവളെ എന്ന് പറയുന്നത് ഹെർ ആണ്. അവളുടെ, അവളുടെ കാറായിരുന്നു അത്. ഇറ്റ് വാസ് ഹെർ കാർ. ഇറ്റ് വാസ് ഹെർ കാർ. സി, നമ്മൾ അവൻ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അവനെ പറ്റി അല്ലെങ്കിൽ ഹി പറയുമ്പോൾ അതിന് ശരിക്കും 3 യൂസേജ് ഉണ്ട്. ഓക്കെ, ഹി, ഹിം, ഹിസ്. പക്ഷെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഷീ എന്ന് പറയുമ്പോൾ, അതായത് ഇതൊരു പ്രോനൗൺ ആണല്ലോ, ഷീ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 3 യൂസേജ് ശരിക്കും ഇല്ല. ഷീ, ഹർ. എഗെയിൻ നമ്മൾ അവളുടെ എന്ന് സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിന് ഈ പറയുന്ന സെയിം സെന്റൻസ് തന്നെയാണ് അല്ലെങ്കിൽ സെയിം യൂസേജ് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് അവർ. അവർ ഇന്നലെ വന്നിരുന്നു. ഓക്കെ, അതിനെങ്ങനെ പറയാം? യെസ്റ്റർഡേ ദേ കെയിം ഹോം. ദേ, ഇന്നലെ അവർ വന്നിരുന്നു. യെസ്റ്റർഡേ ദേ കെയിം. ഓക്കെ, ദേ ആണ് വരുന്നത്. അവരെന്ന് പറയുന്നത് ദേ ആണ്. അവരെ, അവരെ നീ വിളിച്ചിരുന്നോ? ഡിഡ് യു കോൾഡ് ദെം? ദെം ആണ് വരുന്നത്. എന്താണ് വരുന്നത്? ദെം. അവരെ എന്ന് പറയുന്നത് ദെം ആണ്. അവരെന്ന് പറയുന്നത് ദേയും അവരെ എന്ന് പറയുന്നത് ദെമ്മും. അപ്പോൾ അവരുടെ, അവരുടെ എന്ന് പറയുന്നത് ഏത് യൂസേജ് ആയിരിക്കും? അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷിൽ നമ്മൾ സെന്റൻസ് യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് കമന്റ് ഡൗൺ ബിലോ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ ഗുഡ് ഡേ. English Mitra. Stop worrying, start learning.